ഇന്ന് നാം ചിന്തിക്കുന്നത് വിശുദ്ധ ബൈബിളിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിലെ ചില ചിന്തകളാണ്. ദൈവം തന്റെ സാദൃശ്യത്തിൽ, ദൈവം തന്റെ ഛായയിൽ നമ്മെ സൃഷ്ടിച്ചു എന്ന് വളരെ മനോഹരമായി അതിൽ പങ്കുവയ്ക്കുന്നുണ്ട്. ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് നാം സൃഷ്ടിക്കപ്പെട്ടതെന്ന് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാം അധ്യായം 26 മുതലുള്ള തിരുവചനം വായിക്കുമ്പോൾ കാണാം. നമ്മെ അവിടുത്തെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച് അവിടുന്ന് അനുഗ്രഹിച്ച് നമ്മെ ഏദൻ തോട്ടത്തിൽ ആക്കി. ആദത്തെയും ഹവ്വായെയും ഏദൻ തോട്ടത്തിൽ ആക്കിയതുപോലെ തന്നെ നമ്മെയും ദൈവം ഏദൻ തോട്ടത്തിൽ തന്നെയാണ് ആക്കിയിരിക്കുന്നത്. ഈ ഏദൻ തോട്ടം നമുക്ക് അനുഭവമാകണമെങ്കിൽ നാം അതിൽ 4 കാര്യങ്ങൾ ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. ആദത്തെയും ഹവ്വായെയും ഏദൻ തോട്ടത്തിലാക്കിയതിനു ശേഷം 4 കാര്യങ്ങൾ ദൈവം അവരോട് പറഞ്ഞു. 1, തോട്ടത്തിൽ നീ കൃഷി ചെയ്യണം. കൃഷി ചെയ്യുവാൻ വേണ്ടിയാണ് ദൈവം ആദത്തെ തോട്ടത്തിൽ ആക്കിയത് എന്ന് വ്യക്തമായി പറയുകയാണ്. നാം അധ്വാനിക്കേണ്ടവരാണ്. 2, തോട്ടം സംരക്ഷിക്കുവാനാണ് ആദത്തെയും ഹവ്വായെയും അവിടെ ആക്കിയത്. അപ്പോൾ നാം സംരക്ഷിക്കേണ്ടവരുമാണ്. 3, തോട്ടത്തിലുള്ള ഫലങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കുവാൻ ദൈവം അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ നാം അത് അനുഭവിക്കേണ്ടവരുമാണ്. 4, ഒരു കാര്യം പറയുന്നുണ്ട്, തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത് എന്ന്. അതായത് ദൈവത്തെ അനുസരിക്കുവാൻ കൂടി നാം കടപ്പെട്ടവരാണ്. 4 കാര്യങ്ങൾ നമ്മെ ദൈവം സൃഷ്ടിച്ച് തോട്ടത്തിലാക്കിക്കൊണ്ട് പറഞ്ഞിരിക്കുകയാണ്. 1, അധ്വാനിക്കണം. 2, സംരക്ഷിക്കണം. 3, ഈ സന്തോഷങ്ങളും സമാധാനങ്ങളും എല്ലാം നാം അനുഭവിക്കണം. 4, നാം ദൈവത്തെ അനുസരിക്കണം. ദൈവത്തെ നാം അനുസരിക്കുന്നില്ല എങ്കിൽ എന്താണ് ഫലം എന്നും അതിൽ പറയുന്നുണ്ട്. നീ ഇതനുസരിക്കുന്നില്ലെങ്കിൽ നീ മരിച്ചു പോകും, അല്ലെങ്കിൽ നീ ജീവനില്ലാത്ത മനുഷ്യനായി മാറും. നീ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നില്ല എങ്കിൽ നീ ജീവനില്ലാത്തവനായി മാറും. നിന്റെ ജീവൻ നശിച്ചു പോകും, നീ ജീവനില്ലാത്തവനായി തീരും. നാം അനുസരിക്കാതെയാണ് അധ്വാനിക്കുന്നതെങ്കിൽ ജീവനില്ലാതെ അധ്വാനിക്കുന്നതിന് തുല്യം. നാം അനുസരിക്കാതെയാണ് സംരക്ഷിക്കുന്നതെങ്കിൽ മരണത്തിന് ശേഷം സംരക്ഷിക്കുന്നതിന് തുല്യം. നീ അനുസരിക്കാതെയാണ് അനുഭവിക്കുന്നതെങ്കിൽ ഈ സമാധാനവും സൗഖ്യവും മരണശേഷം അനുഭവിക്കുന്നതിന് തുല്യം. സഹോദരങ്ങളെ, ഈ ലോക ജീവിതത്തിൽ നാം മരിച്ചതിന് ശേഷം അധ്വാനിച്ചിട്ടോ, മരിച്ചതിന് ശേഷം സംരക്ഷിച്ചിട്ടോ, മരിച്ചതിന് ശേഷം അനുഭവിച്ചിട്ടോ എന്താണ് പ്രയോജനം? നമുക്ക് അനുഭവിക്കാനാവില്ല. ജീവൻ ഇതിനെല്ലാം ആവശ്യമാണ്. അധ്വാനിക്കുവാനും സംരക്ഷിക്കുവാനും അനുഭവിക്കുവാനും നമ്മിൽ ജീവൻ ഉണ്ടാവണം. നമ്മിൽ നിന്ന് ജീവൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ദൈവകൽപ്പന അനുസരിക്കാതിരിക്കുമ്പോഴാണ് നമ്മിൽ നിന്ന് ജീവൻ നഷ്ടപ്പെടുക. നമുക്ക് ആഗ്രഹിക്കാം, ദൈവമേ, അവിടുത്തെ ജീവൻ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അനുസരിക്കാതെ, നിന്റെ കൽപ്പനകൾ അനുസരിക്കാതിരുന്ന സമയങ്ങളെയൊക്കെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. ഇനിയെങ്കിലും കർത്താവേ, നീ നൽകിയിരിക്കുന്ന കൽപ്പനകൾ അനുസരിച്ച് ഈ ജീവിതത്തിൽ അധ്വാനിക്കുവാനും അതനുസരിച്ച് സംരക്ഷിക്കുവാനും അനുഭവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഒരു മനോഹര പ്രാർത്ഥനയാണ് നമുക്കുണ്ടാകേണ്ടത്. ജീവനില്ലാതെ നമുക്ക് അധ്വാനിക്കുവാനും സാധിക്കില്ല, ജീവനില്ലാതെ സംരക്ഷിക്കുവാനും സാധിക്കില്ല, ജീവനില്ലാതെ സന്തോഷമോ സൗഖ്യമോ സമാധാനമോ അതല്ലെങ്കിൽ വേദനകൾ പോലുമോ അനുഭവിക്കുവാനും സാധിക്കുകയില്ല. അപ്പോൾ അനുഭവിക്കണമെങ്കിൽ ഇവയെല്ലാം അത്യാവശ്യമാണ്. ഏറ്റവും അത്യാവശ്യം അനുസരണത്തിലൂടെ ലഭിക്കുന്ന ജീവനാണ്. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമെന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ചിലർ മരിച്ചധ്വാനിക്കുന്നവരുണ്ട്.
മരിച്ച് സംരക്ഷിക്കുന്നവരും മരിച്ച് അനുഭവിക്കുന്നവരും നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ മരിച്ച് അനുസരിക്കേണ്ടവരുമാണ് നാം എന്ന് ചിന്തിക്കണം. മരിച്ചധ്വാനിക്കുകയും മരിച്ച് സംരക്ഷിക്കുകയും മരിച്ച് അനുഭവിക്കുകയും ചെയ്യുന്നവനെ പോലെ മരിച്ച് അനുസരിക്കുവാനും നാം തയ്യാറാകുമ്പോൾ നാം ദൈവത്തിന്റെ മകനും മകളുമായി മാറും. അനുസരണം ഏറ്റവും ശ്രേഷ്ഠമാണ്. സഹോദരങ്ങളെ, മക്കൾ മാതാപിതാക്കളെ അനുസരിക്കുമ്പോൾ, മാതാപിതാക്കൾ സമൂഹത്തിലുള്ള നന്മകളെ അല്ലെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുമ്പോൾ കുടുംബം സ്വർഗമാണ്. ഇടവകയെ അനുസരിച്ച്, സഭയെ അനുസരിച്ച്, സഭാമൂല്യങ്ങളെ അനുസരിച്ച്, സഭാ നിയമങ്ങളെ അനുസരിച്ച് നമുക്ക് ജീവിക്കാം. ദൈവം നൽകിയ കൽപ്പനകൾ സ്വീകരിച്ച് നമുക്ക് ജീവിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളെ അവിടുന്ന് ഏദൻ തോട്ടത്തിലാക്കിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ തോട്ടത്തിൽ അധ്വാനിക്കുവാനും സംരക്ഷിക്കുവാനും തോട്ടത്തിലെ ഫലങ്ങളൊക്കെ അനുഭവിക്കുവാനും ഞങ്ങളെ ഇടയാക്കുമാറ് അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങനെ ദൈവത്തിനു വേണ്ടി ജീവിക്കുന്ന മകനും മകളുമാക്കി ഞങ്ങളെ മാറ്റണമേ. അവിടുത്തെ വലിയ സ്നേഹം, വലിയ സംരക്ഷണം ഞങ്ങൾക്കെന്നും ഉണ്ടാകണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിലെന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം, ഞാൻ നിന്നെ പാലിക്കും ദൈവം, ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം, ഞാൻ നിന്നെ പാലിക്കും ദൈവം, ഞാൻ നിന്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തും സുരജീവദായകൻ ദൈവം. ഞാൻ നിന്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തും
സുരജീവദായകൻ ദൈവം. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ,